നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ലേറ്റ് എഡീഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവുകയാണ്. തിരുവനന്തപുരം ഒരുവാതിൽക്കോട്ട ആക്കുളം നടപ്പാതയിൽ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി. പുളിയറക്കോണം സ്വദേശി ബിജോയാണ് പിടിയിലായത്. മേയർ വി രാജേഷ് സ്ഥലത്തെത്തി വാഹനം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. രാത്രിയുടെ മറപിടിച്ചുകൊണ്ട് ആശുപത്രികളിൽ നിന്നും പൗൾട്രി ഫാമുകളിൽ നിന്നൊക്കെ പലതും തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തുനിന്നുള്ളവരാണ്. റൂറൽ ഏരിയയിൽ നിന്നൊക്കെ എടുക്കുന്ന മാലിന്യം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ മഴക്കാലത്ത് കൊണ്ട് വലിച്ചെറിയുന്ന ഒരു ശീലം കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ദിവസം കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങുവാനും രാത്രികാലം ഉൾപ്പെടെ ഹെൽത്ത് സ്ക്വാഡിനോടൊപ്പം രംഗത്തിറങ്ങുവാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വാർഡുകളിലും കൗൺസിലർമാർ ഇപ്പോൾ ഫീൽഡിലുണ്ട്. ഇപ്പോൾ കടകംപള്ളി വാർഡ് കൗൺസിലർ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ പ്രദേശത്ത് മാലിന്യം കൊണ്ടെറിയുന്ന വിവരം കിട്ടിയിട്ടാണ് അവർ രാത്രി സർവൈലൻസ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ പുറകിൽ കാണുന്ന ലോറിയിൽ നിറയെ പൗൾട്രി ഫാം എന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്യുന്നതായിട്ടുള്ള വിവരം കിട്ടി. അവരോട് എത്തി ലോറി അവർ തടഞ്ഞു. അതോടൊപ്പം തന്നെ ഡ്രൈവറെയും ഇതിനകത്ത് അവർക്ക് കിട്ടി. പോലീസിനെ അറിയിച്ചു. പോലീസ് ഒന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ വാഹനം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്ക്വാഡ് സീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്യാരേജിലേക്ക് മാറ്റും. പിന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകും. ജിബിൻ ജെവിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ജിബിൻ, കർശനമായ നടപടിയിലേക്ക് കോർപ്പറേഷൻ നീങ്ങുന്നു എന്നുള്ളതാണ് മേയറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമല തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ റോഡിന്റെ വശങ്ങളിലേക്കും അതുപോലെ ജലാശയങ്ങളിലേക്കും വലിച്ചെറിയുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ ഇറങ്ങി അത് ഈ ഓവുകൾ അടങ്ങിക്കൊണ്ടാണ് റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷന്റെ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഇറങ്ങിക്കൊണ്ട് ഒരു പരിശോധനയ്ക്ക് തയ്യാറാവുകയും ഇന്ന് രാത്രി 9:30 കൂടിയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ആക്കുളം പാലത്തിന് സമീപമുള്ള വാക്വേയിലാണ് ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നതിനായി എത്തിയ ഒരു ടിപ്പർ ലോറി നാട്ടുകാരും അതുപോലെ തന്നെ കടകംപള്ളി വാർഡ് കൗൺസിലറും ചേർന്ന് തടഞ്ഞിടുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തി, പോലീസ് എത്തി, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഹെൽത്ത് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയാണ് ഈ വാഹനം സീസ് ചെയ്യുകയും അതുപോലെ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള കുടപ്പന്നംകുന്ന് സ്വദേശി ബിജോയെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വാഹനം ഇപ്പോൾ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണുള്ളത്. നമുക്ക് കാണാം. കാരണം അമൽ, ഈ സ്ഥലം എന്ന് പറയുന്നത് ആക്കുളം കായലാണ്. ആക്കുളം കായലിന്റെ ഒരു വശമാണ്. അതായത് ആക്കുളം കായലിന്റെ ഒരു വശത്ത് അവിടെ ഒരു വാക്ക് വേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സായാഹ്നങ്ങളിൽ ആളുകൾക്ക് വന്നിരിക്കാനും നടക്കാനും ഒക്കെയുള്ള സ്ഥലം. അവിടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ മാലിന്യം ഈ രാത്രി ഒരു ടിപ്പർ വാഹനത്തിൽ കൊണ്ട് ഡംപ് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. കാഞ്ഞിരംപാറ ഉന്നതിയുടെയും അതിന്റെ വശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബിജോയ് എന്ന് പറയുന്ന ഡ്രൈവർ വ്യക്തമാക്കിയത്. നമുക്ക് കാണാം. അതായത് അറവ് മാലിന്യങ്ങൾ, വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, നാപ്കിൻ വേസ്റ്റുകൾ, വീടുകളിൽ ഉപയോഗിച്ച ബാക്കി വന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെ മാലിന്യങ്ങൾ മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്നെ തെരുവ് നായ്ക്കളുടെ കൂട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ മാലിന്യങ്ങൾ കടിച്ച് കീറുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേയർ വി രാജേഷ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ റോഡിന്റെ വശങ്ങളിലേക്കും ജലാശയങ്ങളുടെ വശങ്ങളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു വിപുലമായ ടീം തന്നെ അവർ രൂപീകരിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, നാട്ടുകാർ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംഘങ്ങളായിട്ട് പല സംഘങ്ങളായിട്ടാണ് ഈ രാത്രികാലങ്ങളിൽ പരിശോധനയ്ക്കായി ഇറങ്ങിയത്. അങ്ങനെയാണ് ഈ ആക്കുളം കായലിന്റെ വശങ്ങളിലും ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളുന്നുണ്ടോ എന്നുള്ളൊരു വിവരത്തെ തുടർന്ന് ഇന്ന് രാത്രി കടകംപള്ളി വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബിജോയ് ഓടിക്കുന്ന ലോറി ഇങ്ങോട്ടേക്ക് എത്തുന്നതും ലോറി ഇവിടെ എത്തി മാലിന്യം ഈ ആക്കുളം കായലിന്റെ വശത്തേക്ക്, അതായത് ഈ വാക്കുവയുടെ വശത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ അവിടേക്ക് ഈ നാട്ടുകാർ എത്തി ലോറി തടഞ്ഞിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ ഉടൻ തന്നെ കോർപ്പറേഷൻ മേയർ വി രാജേഷിനെ ഇക്കാര്യം അറിയിച്ചു. മേയർ തന്നെ ഇങ്ങോട്ടേക്ക് എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ നടപ്പാതയിൽ അറവ് മാലിന്യം തള്ളാൻ വന്നയാളെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതരും നാട്ടുകാരും ചേർന്ന് പിടികൂടിയിരിക്കുന്നത്. ജിബിൻ ജെബിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ശ്രേയസ് അയ്യർ ഇന്ത്യൻ T20 ടീമിന്റെ പുതിയ ക്യാപ്റ്റനാകും. സൂര്യകുമാർ യാദവിന് പകരമാകും നിയമനം. അനിൽ വാസുദേവ് ഉണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇങ്ങനെ ഒരു മാറ്റം. അത് അനുചിതമല്ല എന്ന് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അവസരോചിതമായ ഒരു തീരുമാനമെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ T20 ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ എങ്കിൽ പോലും സൂര്യകുമാർ യാദവിന്റെ സമീപകാലത്തെ ഫോം അങ്ങേയറ്റം മോശമാണ്. ലോകകപ്പിൽ പോലും ആദ്യ മത്സരത്തിൽ നന്നായി കളിച്ചത് വെച്ചാൽ ഫൈനലിലടക്കം നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു സൂര്യകുമാർ യാദവിന്റേതുണ്ടായിരുന്ന. പിന്നാലെ IPL-ലും വളരെ നിരാശപ്പെടുത്തി. അതിന് പിന്നാലെയാണ് ഒരു തലമുറ മാറ്റം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രേയസ് ആവട്ടെ ബാറ്റ് കൊണ്ടും ഒപ്പം തന്നെ ക്യാപ്റ്റൻസി കൊണ്ടും സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ IPL-ലും ഒക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന
കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് BCCIക്കും അതുപോലെ തന്നെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർക്കും കൂടുതൽ താല്പര്യം ശ്രേയസ് അയ്യരെയായിരുന്നു. അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് BCCIയുടെ അപ്പെക്സ് കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എത്തിയിരിക്കുന്നത്. ശനിയാഴ്ചയാണ് അയർലൻഡിനും ഇംഗ്ലണ്ടിനും എതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക. അന്ന് ഈ ടീമിന്റെ ക്യാപ്റ്റനായി ശ്രേയസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവിന് ക്യാപ്റ്റൻസി മാത്രമല്ല ടീമിലെ സ്ഥാനം പോലും ഇപ്പോൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ കൗൺസിലിൽ ഉണ്ടായ ഒരു നിർണായക തീരുമാനം വൈഭവ് സൂര്യവംശി എന്ന 15-കാരനെ ഇനിയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. വൈഭവ് മിന്നും ഫോമിലാണ് IPL മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെയുള്ളപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനെ ടീമിൽ എടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന അയർലൻഡ് പര്യടനത്തിലോ അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിലോ തന്നെ വൈഭവ് സൂര്യവംശിയെ ഇന്ത്യയുടെ സീനിയർ ടീമിൽ, അതും 15-കാരനായ ആ താരത്തെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അങ്ങനെ വൈഭവ് മാറുമെന്ന കാര്യത്തിലും ഒരു ഏറെക്കുറെ ഉറപ്പാണ്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റം അടുത്ത ലോകകപ്പും ഒളിമ്പിക്സ് അടക്കമുള്ള ടൂർണമെന്റ് മുന്നിൽ കണ്ടാണ് BCCI ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അനിൽ, അങ്ങനെ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. മികച്ച പ്രകടനമാണ് IPL അടക്കം അദ്ദേഹം നടത്തുന്നത്, സ്ഥിരതയുള്ള പ്രകടനമാണ്. പക്ഷെ അപ്പോഴും അതിൽ സഞ്ജു ഉൾപ്പെടെയുള്ള നിലവിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിക്കുന്ന ആളുകൾക്ക് വൈഭവിന്റെ വരവ് ഒരു ഭീഷണിയായി മാറില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വൈഭവ് എന്ന് പറഞ്ഞ താരത്തെ ഓപ്പണിംഗ് സ്ലോട്ടിൽ മാത്രമാണ് കളിപ്പിക്കാനാവും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഒരു വലിയ രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ശുഭമാൻ ഗില്ലിനെ വെച്ചുള്ള പരീക്ഷണം പാളിയതിന് പിന്നാലെ സഞ്ജു വീണ്ടും ടീമിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ കരിയറിലെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ തന്നെ സമീപകാലത്ത് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിട്ടാണ് സഞ്ജുവിന്റെ പ്രകടനത്തെ ആ 3 അർദ്ധ സെഞ്ചുറികളെ ക്രിക്കറ്റ് ലോകം തന്നെ വാഴ്ത്തുന്നത്. അപ്പോൾ സഞ്ജുവിനെ മാറ്റിക്കൊണ്ടൊരു തീരുമാനം ഉണ്ടാകുമോ എന്നത് വളരെയധികം സംശയമാണ്. പ്രത്യേകിച്ച് ഗൗതം ഗംഭീറിന്റെ വലിയ പിന്തുണ സഞ്ജുവിനുണ്ട്. സഞ്ജുവിനെ ക്യാപ്റ്റനാക്കണം പോലും എന്ന് പോലും ഗൗതം ഗംഭീർ പറഞ്ഞതാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിൽ എന്ത് തീരുമാനമുണ്ട് ആണ് ഇപ്പോൾ ഉണ്ടാവുക എന്ന് ഒട്ടും പറയാൻ കഴിയില്ല. കാരണം സഞ്ജു സെഞ്ചുറി അടിച്ചതിന് പിന്നാലെ തൊട്ടടുത്ത മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതാണ് ഏകദിന ടീമിൽ നിന്ന്. അപ്പോൾ വൈഭവിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാറായി ഇതിനോടകം തന്നെ വൈഭവ് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ താരത്തിന് വേണ്ടി സഞ്ജു ആണോ ബലി കഴിപ്പിക്കുക എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിനെ കുറെ വേട്ടയാടിയിട്ടുള്ളതും സഞ്ജുവിനോട് നിരവധി അനീതിയുള്ളതുകൊണ്ടും അത്തരമൊരു തീരുമാനം ഉണ്ടായാൽ പോലും ചിലപ്പോൾ നമ്മൾ ഞെട്ടേണ്ട. ഏതായാലും മറ്റൊരു ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മയെ തള്ളിക്കൊണ്ട് അദ്ദേഹവും ചെറിയ പ്രായം മാത്രമുള്ളൂ. അപ്പോൾ സഞ്ജുവിനായിരിക്കും ഒരുപക്ഷെ വൈഭവിന്റെ വരവ് തിരിച്ചറിയാവുക. എന്തായാലും എല്ലാം കണ്ടറിഞ്ഞ് തന്നെ കാണണം. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യയുടെ T20 ടീമിനെ ഇനി ശ്രേയസ് അയ്യർ നയിക്കും എന്ന വാർത്തയാണ് അനിൽ വാസുദേവ് നമ്മളുമായി പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. മലപ്പുറം എടവണ്ണയിൽ പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആളെ കാണാതായി. എടവണ്ണ സ്വദേശി ഷാഹിനെയാണ് കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഗോകുൽ K വേണുഗോപാൽ മലപ്പുറത്ത് നേരുന്നു. ഗോകുൽ, എന്താണ് വിവരങ്ങൾ? ഇദ്ദേഹത്തെ എപ്പോഴാണ് കാണാതായത്? നമ്മൾ വൈകിട്ട് 6 മണിക്കാണ് ഈ ഷാഹിൻ മീൻ പിടിക്കാനായി പുഴയിലേക്ക് പോകുന്നത്. പക്ഷെ 9 മണിയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നത്. 6 മണിക്ക് ഫോണിലൊക്കെ വിളിച്ചു നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഫോൺ വീട്ടിൽ നിന്ന് റിങ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ പുഴയുടെ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയ സമയത്താണ് ആ പുഴയിൽ ഒരു തോണി, ഷാഹിന്റെ തോണി അത് പുഴയുടെ മുകളിൽ ആരുമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹം പുഴയിൽ മീൻ പിടിക്കാൻ പോയതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. തുടർന്നിപ്പോൾ തിരുവാലി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുകയാണ്. ഈ പുഴയുമായി നല്ല അറിവും ധാരണയും ഒക്കെ ഉള്ള ആളാണ് ഈ ഷാഹിൻ എന്ന് പറയുന്ന വ്യക്തി. ചാലിയാർ പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വഞ്ചി ഉപയോഗിച്ചുകൊണ്ട് സംസ്കരിക്കുന്ന ജോലിയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അതിനാൽ തന്നെ മറ്റപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ് അവിടെ ഇപ്പോൾ നാട്ടുകാർ. പക്ഷെ നാട്ടുകാരുടെയും ERFന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. എടവണ്ണ കല്ലിടുപ്പ് ഭാഗത്താണ്, ചാലിയാർ പുഴയുടെ എടവണ്ണ കല്ലിടുപ്പ് ഭാഗത്താണ് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന തോഴി ഇപ്പോൾ പുഴയുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഫോണിൽ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ വീട്ടിൽ റിങ് ചെയ്യുന്നത് കാണുന്നതിന്റെയും ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുഴയൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നത്. അമൽ, ശരി. എന്തായാലും മലപ്പുറം എടവണ്ണയിലാണ് പുഴയിൽ മീൻ പിടിക്കാൻ പോയ ആളെ കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടരുന്നുണ്ട്. ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. ധവളപത്രം സഭയിൽ. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കി ധവളപത്രവുമായി സർക്കാർ. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നെന്നും സംസ്ഥാനം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലാണെന്നും ധനകാര്യസ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ഇനത്തിൽ മാത്രം പുതിയ സർക്കാരിന് 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ.
സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ധവളപത്രം കേരളം അകപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വരച്ചിടുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് ധവളപത്രം വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ ധവളപത്രത്തിൽ എണ്ണി പറയുന്നു. പെരുകുന്ന കടബാധ്യത. റവന്യൂ വരുമാനത്തിന്റെ 77% ശമ്പളവും പെൻഷനും പലിശയുമടക്കമുള്ള സ്ഥിരബാധ്യതയിലേക്ക് പോകുന്നു. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കിഫ്ബിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടബാധ്യത എന്നിവയാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രതികൂല ഘടകങ്ങൾ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ധവളപത്രം ശരിവെക്കുന്നു. നികുതി പിരിവിലെ കുറവും കേന്ദ്രവിഹിതത്തിൽ വന്ന കുറവും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധവളപത്രത്തിലെ പരാമർശം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പണബാക്കിയിലും ധവളപത്രം വ്യക്തത വരുത്തുന്നുണ്ട്. മാർച്ചിൽ ട്രഷറി ക്ലോസ് ചെയ്യുമ്പോൾ 6322.36 കോടിയായിരുന്നു ബാക്കി. മെയ്യിലെ കണക്കു പ്രകാരം 2211.93 കോടി രൂപയാണ് ട്രഷറി ബാലൻസ്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല വീക്ഷണത്തോടെയുള്ള നടപടികളിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. വരുമാനമുയർത്തൽ, ചെലവ് നിയന്ത്രിക്കൽ, സ്വകാര്യ നിക്ഷേപം തുടങ്ങിയവയാണ് പരിഹാര നടപടികൾ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്ന് ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. പെൻഷൻ പ്രായം 1 വർഷം കൂട്ടണമെന്നാണ് നിർദ്ദേശം. ഇതുവഴി 6000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കൽ. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ തേടി സിപിഐഎം ദേശീയ നേതൃത്വത്തോട് സംസാരിച്ച് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമം. അതേസമയം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മുന്നണി യോഗത്തിൽ ഉന്നയിക്കുന്നതിന് മുൻപ് ആവശ്യം പരസ്യമാക്കിയത് ശരിയായില്ലെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശിച്ചു. തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിൽ കുഴഞ്ഞുവീണ റിമാൻഡ് പ്രതി രേഷ് ബാബുവിന്റെ മരണം തലച്ചോറിലുണ്ടായ രക്തസ്രാവം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനമേറ്റല്ല മരണമെന്നാണ് നിഗമനം. എന്നാൽ രേഷ് ബാബുവിന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ടെന്നും ഇതിൽ പിൻഭാഗത്തെ 2 മുറിവുകൾ മർദ്ദനമേറ്റതാണോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ വേണമെന്നുമാണ് ഫോറൻസിക് സർജന്റെ നിലപാട്. അതേസമയം മാനസിക വെല്ലുവിളി നേരിടുന്ന രേഷ് ബാബുവിന്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐഎമ്മും രേഷ് ബാബുവിന്റെ കുടുംബവും. നാളെ സിപിഐഎം നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇപ്പോൾ വരുന്നൊരു വാർത്ത. കൊച്ചിയിൽ പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിച്ച് 2 പേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. അസം മൊറിഗാവ് സ്വദേശി അനുമുൽ ഹക്ക്, നാഗോൺ സ്വദേശി അസറുൽ ഇസ്ലാം എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടിലേക്ക്. കേരളത്തിൽ കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 4 ദിവസം വൈകിയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 24-നാണ് കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം എത്തിയത്. എന്നാൽ ഇത്തവണ കാലവർഷം 10 ദിവസം വൈകി. സാധാരണ കാലവർഷം എത്താറുള്ള ജൂൺ 1-നും മഴ മാറി നിന്നു. ഒടുവിൽ സംസ്ഥാനത്ത് കാലവർഷ പ്രഖ്യാപനം. ഇനി 2 ആഴ്ചക്കാലം അതിശക്തമായ മഴയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതിതീവ്ര മഴയുടെ സാഹചര്യം എല്ലാ ജില്ലകളിലും ഉണ്ടായേക്കാം. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള മധ്യ വടക്കൻ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുണ്ട്. ഈ മാസം 8 വരെയാണ് നിലവിൽ ശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷം കാലവർഷം ദുർബലമാകുമെന്നാണ് വിലയിരുത്തൽ. എൽനീനോ പ്രതിഭാസം മഴയെ സ്വാധീനിച്ചേക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മഴയോടൊപ്പം കാറ്റിനെയും ഇടിമിന്നലിനെയും സൂക്ഷിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. അപകട മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളത്തോടൊപ്പം തമിഴ്നാടിന്റെ ചില ഭാഗങ്ങൾ, തെക്കൻ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും കാലവർഷം വ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്ന അപകടം. അത്ഭുതകരമായാണ് സമീപത്തെ വീടുകളിലെ ആളുകൾ രക്ഷപ്പെട്ടത്. അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. പുലർച്ചെ 3:30-ഓടെയാണ് കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയോരത്ത് പാമ്പ്രാർ സ്വദേശി ആക്നാൽ നിർമ്മിക്കുന്ന 5 നില കെട്ടിടം തകർന്നത്. താഴത്തെ 3 നില പില്ലറുകളും ബീമുകളും മാത്രമായിരുന്നു. മുകളിലത്തെ 2 നിലയാണ് വാർത്തിരുന്നത്. റോഡിനും കെട്ടിടത്തിനുമിടയിലുള്ള ഗർത്തം മണ്ണിട്ട് നികത്തുന്ന ജോലി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. മണ്ണ് നിറഞ്ഞതിന്റെ സമ്മർദ്ദം കൊണ്ട് സംരക്ഷണ ഭിത്തി തകർന്ന് കെട്ടിടത്തിലേക്ക് പതിച്ചു. ഇതോടെയാണ് കെട്ടിടം നിലംപൊത്തിയത്. ഇന്നലെ രാത്രി 100ഓളം ലോഡ് മണ്ണടിക്കുകയും ആ മണ്ണ് ലെവൽ ചെയ്യുകയും ചെയ്ത ശേഷം അതിലേക്ക് മഴ പെയ്ത ശേഷമാണ് മണ്ണിരുത്തി ഈ ബിൽഡിംഗ് താഴേക്ക് മറിഞ്ഞു വീണത്.
ഈ കെട്ടിടത്തിൻ്റെ പണി സമയത്ത് നമ്മൾ പല പ്രാവശ്യം ഇത് അപകടമാണെന്ന് മുൻകൂട്ടി ഇതിൻ്റെ കെട്ടിട ഉടമസ്ഥനെയും അതിൻ്റെ പണിയുന്ന കോൺട്രാക്ടറെ അറിയിച്ചിരുന്നതാണ്. ഒത്തിരി പേടിച്ചു പോയി. ഭയങ്കര സൗണ്ടായിരുന്നു. ഇടിമുഴക്കം പോലെ ഭയങ്കര സൗണ്ട് കേട്ട് വെളി വന്ന് നോക്കിയപ്പോൾ മൊത്തം താർന്നു കിടക്കുമായിരുന്നു. തുടക്കം മുതലേ നാട്ടുകാർ തകർന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചിരുന്നു. പീരുമേട് പഞ്ചായത്തിൽ 3 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾക്ക് നിർമ്മാണ അനുമതി നൽകാറുള്ളതല്ല. തകർന്ന കെട്ടിടം നിയമം ലംഘിച്ച് നിർമ്മിച്ചുവെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. 24 ഇടുക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണം 3-അംഗ സമിതി അന്വേഷിക്കും. കഴിഞ്ഞ ഓഗസ്റ്റിൽ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപണം നിഷേധിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ യൂറോളജി വിഭാഗത്തോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ മെഡിക്കൽ കോളേജ് പോലീസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഓഗസ്റ്റിലാണ് കോഴിക്കോട് വാണിമേൽ സ്വദേശി പറമ്പത്ത് റീജിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഓഗസ്റ്റ് 6-ന് റീജിത്തിനെ കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വൃക്കയിൽ ഇടതുഭാഗത്തെ കല്ല് നീക്കം ചെയ്യുന്നതിനായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ഡോക്ടർമാർ വലതുഭാഗത്താണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും പിന്നാലെ ആരോഗ്യനില അനുദിനം വഷളായെന്നും കുടുംബം. ഏപ്രിൽ 1-നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീജിത്തിന്റെ 2ാമത്തെ ശസ്ത്രക്രിയ. കൺസെന്റ് ഒപ്പിടാണ്ട് വീണ്ടും വരുന്ന സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ 2ാമത്തെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിലും പൈപ്പ് കെട്ടിട്ട് സമ്മതില്ലാണ്ട് പൈപ്പിലിട്ട് തിരിച്ച് സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എന്താ ഇതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ പറഞ്ഞ് ഈ റൈറ്റ് സൈഡിലെ പൈപ്പ് എടുക്കാൻ വേണ്ടി ആ ലെഫ്റ്റ് സൈഡ് തുളച്ചിട്ടേന്ന് പറഞ്ഞു. അങ്ങനെ മലബാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ ഇങ്ങനെ സർജറിയിൽ വന്ന മിസ്റ്റേക്കാണ്, സർജറി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനാവില്ല. അവിടെ ICU കിടന്ന് 3-4 ദിവസം തിരിച്ച് ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇവർ കൃത്യമായി ചികിത്സ കൊടുത്തില്ല. അങ്ങനെ 2 ദിവസം മുന്നേ മെഡിക്കൽ ICUലേക്ക് മാറ്റി. യൂറോളജി ഡോക്ടർമാർ ആരും നമ്മളെ കാണാനോ ഒന്നും തയ്യാറായില്ല. അങ്ങനെ ഇവിടെ ICUലേക്ക് മാറ്റിയപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു. ഇങ്ങനെ ചികിത്സാ പിഴവുണ്ട് എന്നുള്ള കണ്ടീഷനിൽ പോലീസിനും പരാതി കൊടുത്തു, സൂപ്രണ്ടിനും പരാതി കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക് മരണപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ വേണുഗോപാലിന് 5000 രൂപ നൽകിയെന്നും ആരോപണമുണ്ട്. എന്നാൽ ചികിത്സാ പിഴവ് ആരോപണം പാടെ തള്ളുകയാണ് ആശുപത്രി അധികൃതർ. നമ്മൾ ഏതൊരു രോഗിയും ഇതുപോലെ ഒരു അപകടകരമായ അവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ മേജർ ഓപ്പറേഷൻ ചെയ്യില്ല. പകരം മിനിമം ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് ആ പഴുപ്പും മറ്റും നീക്കം ചെയ്യുകയാണ് ചെയ്യുക. അതൊരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. അല്ലാതെ പൂർണ്ണമായ ചികിത്സയല്ല, ഓപ്പറേഷനല്ല. ആ സിറ്റുവേഷനിൽ രോഗിയെ ജീവൻ രക്ഷിക്കാൻ ചെയ്യേണ്ടത് ആ പഴുപ്പ് നീക്കം ചെയ്യാനാണ്. അതെ, ശരീരത്തിൽ എവിടെ പഴുപ്പ് വന്നാലും ആ പഴുപ്പ് നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തതല്ല, ആ പഴുപ്പ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് രോഗിയുടെ കണ്ടീഷൻ നില മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്തിരിക്കുന്ന ട്യൂബ് ഇടുന്ന PCN എന്ന് പറഞ്ഞ് ട്യൂബ് ഇട്ടുകൊടുക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. യൂറോളജി വിഭാഗം മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പരാതി അന്വേഷിക്കാനായി 3-അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയ മെഡിക്കൽ കോളേജ് പോലീസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മെയ് 18-നാണ് റീജിത്തിനെ മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രവേശിപ്പിച്ചത്. ശ്വാസകോശത്തിനും വൃക്കകൾക്കും അണുബാധയുണ്ടായതിനെ തുടർന്ന് മെയ് 30-ന് ICUവിലേക്ക് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 24 കോഴിക്കോട്. ഇന്റീരിയർ ബോർഡ് നിർമ്മാണ രംഗത്ത് മുന്നേറുന്ന കെ ബോർഡ് തങ്ങളുടെ ലാമിനേറ്റ് വിഭാഗമായി കെ ലാമിനായി പുതിയ എക്സ്പീരിയൻസ് സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചി പുതുക്കലവട്ടം ഇടപ്പള്ളിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൗൺസിലർ സീന ഗോകുലനും കെ ബോർഡ് ചെയർമാൻ KM ഇബ്രാഹിമും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കെ ബോർഡ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. കെ ലാമിന്റെ വൈവിധ്യമാർന്ന ഡിസൈനുകൾ, ടെക്സ്ചറുകൾ, ഫിനിഷുകൾ എന്നിവ ഒരൊറ്റ സ്ഥലത്ത് കാണാനും നേരിട്ടറിയാനും കഴിയുന്ന രീതിയിലാണ് പ്രീമിയം എക്സ്പീരിയൻസ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ഉപഭോക്താക്കൾക്കും ആർക്കിടെക്റ്റ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എല്ലാവർക്കും വന്ന് നമ്മളുടെ പ്രൊഡക്റ്റിനെ കാണുവാനും അത് പരിചയപ്പെടാനും നമ്മളുടെ വീടുകൾ, കൊമേഴ്സ്യൽ സ്ഥലങ്ങൾ എല്ലാം വളരെ ഭംഗിയായ രീതിയിൽ ഇൻറ്റീരിയറിന് വേണ്ടി നിർമ്മിക്കാൻ വേണ്ടി കെ ബോർഡ് ഒരുക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 0.8 എന്ന കളക്ഷൻസ് ഇന്ന് കേരളത്തിൽ വളരെ വ്യാപകമായി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയേഴ്സ് ആൻഡ് OEMs ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലായി ഇന്ന് കളക്ഷൻസ് ലഭിക്കുന്ന ഒരു കാറ്റലോഗാണ് ഗ്രേറ്റ് ഇന്ത്യൻ കളക്ഷൻ കെ ബോർഡ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.